ഹായ് ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു എളുപ്പം തയ്യാറാക്കാവുന്ന എല്ലാവർക്കും, ഒരു ടീനേജേഴ്സിനും എല്ലാവർക്കും എളുപ്പം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു മീനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ട ചേരുവകൾ: ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുടംപുളി. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിലും ഇതിന്റെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി പേർക്ക് അറിയാം എങ്ങനെയാണ് മീൻകറി വെക്കണേന്നുള്ളത്. ഒത്തിരി പേർക്ക് അറിയാം, ഒത്തിരി പേർക്ക് നല്ല എല്ലാവർക്കും അറിയാം മീൻകറി എങ്ങനെയാ വെക്കണേന്നുള്ളത് അല്ലേ. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടും. ഞാൻ ആദ്യം മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ മീൻകലം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം അരിഞ്ഞത് ചേർത്ത് നമ്മൾ വഴറ്റാനായിട്ട് ഇടും. വഴറ്റാനിടുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വേപ്പിലയും കൂടിയിട്ട് നമ്മൾ വഴറ്റാനായിട്ട് ഇടും. അത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് എരിവൊന്നും അധികം പേർക്ക് കൂട്ടാനൊന്നും പറ്റില്ലല്ലോ. എരിവ് അധികം പ്രശ്നമുള്ള ആളുകൾക്കാണ് നമ്മൾ കാശ്മീരി മുളക് നമ്മൾ ചേർക്കണത്. പക്ഷെ നമുക്ക് എരിവ് കൂട്ടാൻ പറ്റില്ലെങ്കിലും നമുക്ക് മീനിൻ്റെതായിട്ടുള്ളൊരു വറ്റിച്ചതിന്റെ ഒരു കളർ വേണമല്ലോ. നമുക്ക് എരിവ് കൂട്ടാനും പറ്റില്ല, പക്ഷെ കളർ വേണം താനും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാശ്മീരി പൗഡർ, അതിനാണ് നമ്മൾ ചില്ലി പൗഡർ നമ്മൾ അതിന് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ മീൻ കറിക്ക് നല്ല കളർ നമുക്ക് കിട്ടും, പക്ഷെ എരിവ് നമുക്ക് കുറവുമായിരിക്കും. കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ സാധാരണ ചില്ലി പൗഡറും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ 1 കപ്പ് വെള്ളം നമ്മൾ മീൻകലത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഒരു 3 അല്ലി കുടംപുളി നമ്മൾ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. നന്നായിട്ട് വന്ന് പുളിയൊക്കെ ഇളകി നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമുക്കത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് അതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്താ കുറവെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് രണ്ടാമത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് അത് പൊട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് താളിച്ച് നമ്മൾ ഈ മൂടി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മീൻകറിയിലേക്ക് ഒഴിച്ചിട്ട് അതൊരു പാത്രം കൊണ്ട് മൂടി വയ്ക്കുക. അതപ്പോൾ തന്നെ നമുക്കത് ഇളക്കൊന്നും ചെയ്യരുത്, അത് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടിക തുറന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുമ്പോൾ നല്ല അസാധ്യമായിട്ടുള്ള മണവും അസാധ്യമായിട്ടുള്ള രുചിയുമാണ് ആ മീൻകറിക്ക് ഉള്ളത്. ഇത് ഞാൻ വെച്ചിട്ടുള്ളതാണ്, എനിക്കത് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് നിങ്ങളിൽ പലരും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വെച്ച് കൂട്ടിയേക്കണവർക്ക് അറിയാൻ പറ്റും അതിന്റെ രുചി എന്താണെന്നുള്ളത്. ഞാൻ പറയാണ്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റും എന്താണ് അതിന്റെ രുചി എന്ന്. അപ്പോൾ ഇത് ആരെങ്കിലും ട്രൈ ചെയ്യാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, വല്ല ടീനേജേഴ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു രൂപം നിങ്ങൾക്ക് പിടികിട്ടും. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് റിനൂസ് കിച്ചണിൽ കണ്ടുമുട്ടാം.